എടാ കള്ള പിച്ചളെ, ജയിലിൽ മതിലിലേക്ക് കണ്ടിറങ്ങുന്ന ശിവ പിച്ചളയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നു. കുട്ടിമണിയുടെ ചികിത്സ പുരോഗമിക്കുന്നു. രവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ബാലൻ ചികിത്സയ്ക്ക് തയ്യാറാകുന്നു. പിച്ചളയെ പിന്തുടർന്നെത്തുന്ന ശിവ മനസ്സിന്റെ ഒളിസങ്കേതത്തിനടുത്തെത്തുന്നെങ്കിലും വീട് കണ്ടെത്താനാകാതെ കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു. രാത്രിയുടെ മറവിൽ വീട്ടിനകത്തേക്ക് ആരോ കടന്നു വരുന്നതായി മുത്തിക്ക് അനുഭവപ്പെടുന്നു. തുടർന്ന് കാണുക. ഹരഹരോ ഹര ഹരഹരോ ഹര ഹരഹരോ ഹര മുരുക. അങ്ങനെ വ്രതം തീരുക. ജ്യോത്സ്യര് പറഞ്ഞത് സത്യമായി തീരും. നമ്മുടെ കുട്ടിമണി ഇനി എല്ലാ രോഗപീഠകളിൽ നിന്ന് രക്ഷപ്പെടും. അവളെ ദൈവം കാക്കട്ടെ. അവളുടെ അസുഖം മാറിയിട്ട് വേണം അവളെ കളിയാക്കിയ സകല അവന്മാരുടെയും അവളുമാരുടെയും മുമ്പിൽ ചെന്ന് എനിക്കൊന്ന് വിലസാൻ. വയലോരം വീട്ടിൽ പണ്ടുണ്ടായിരുന്ന സന്തോഷം തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അതെന്റെ വാശിയാ. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അശുഭകരമായ കാര്യങ്ങളൊന്നും പറയല്ലേ സുഭദ്ര. മരണത്തെക്കുറിച്ചല്ല, ജനനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത്. കുട്ടിമണിയുടെ അസുഖം മാറിയ അതൊരു പുതിയ ജന്മമാണ്, അത് മറക്കണ്ട. പക്ഷേ അപ്പോഴും അവളൊരു നീറ്റലുണ്ടാക്കി വച്ചിട്ടല്ലേ പോയിക്കളഞ്ഞത്. ഇപ്പൊ എവിടെയാണോ എന്തോ, ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസിന്റെ കൈ കിട്ടിയ അവരവളെ ദ്രോഹിക്കും, കുഞ്ഞിനെ അവര് തട്ടിയെടുക്കും. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളാ മനുഷ്യ അവളുടെ മുന്നിൽ. അതിനെയൊക്കെ മറികടന്ന് വേണം അവൾക്ക് ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ. സമയമാണ്, എല്ലാം അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളൂ. നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ ഓരോന്ന് നടക്കുന്നത്? ഒക്കെ ഒരു യോഗമാണ്. അവൾക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നടന്നിരിക്കും. വയലോരം വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാലോ. കുട്ടിമണി ഉണ്ടായിരുന്നപ്പോൾ അവളായിരുന്ന ഈ വീട്ടിന്റെ പ്രശ്നമെന്ന തരത്തിലാ എല്ലാവരും വിചാരിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായി കാണും. വീട് തകർന്നു, എല്ലാരും ഓരോരോ അവസ്ഥകളിലായി. ഇപ്പൊ നല്ല മനസ്സോടെയാ ഞാൻ വ്രതം നോറ്റത്. അത് പാഴാവില്ല. കുട്ടിമണി തിരിച്ചു വരും. എല്ലാവിധ ഐശ്വര്യങ്ങളോടും അവൾ ഈ വയലോരം വീട്ടിലെ രാജകുമാരിയായി വാഴും. നീ പറയുന്നത് കേൾക്കാൻ എന്ത് സുഖമാണെന്നറിയാമോ? നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നടക്കും. അവളുടെ ഈ അപ്പച്ചിയമ്മയെ പറയുന്നത്. അവൾ പുതിയ ഒരു കുട്ടിമണിയാവും. എല്ലാരും കൊതിക്കുന്ന കുട്ടിമണി, ആർക്കും ചതിക്കാൻ പറ്റാത്ത കുട്ടിമണി. എന്റെ പരുത്തിക്കാവിലമ്മേ, അങ്ങനെ നടത്തി തരണേ. അവളെ കാത്ത് രക്ഷിച്ചോളണേ. ഇതാ ഇന്നത്തെ കുട്ടിമണിയുടെ അത്താഴം. എനിക്കങ്ങ് വേണ്ട. പായസമല്ല, കഞ്ഞി.
ഔഷധ ഗുണമുള്ള 10 ഇലകൾ ചേർത്തുണ്ടാക്കിയ കഞ്ഞി. ഇത് കുട്ടിമണി കഴിക്കണം. അതൊക്കെ കഴിച്ചോളും ഡോക്ടറെ. കുട്ടുവിനെ ഇപ്പൊ ഒരു മോഹമുണ്ട്. അതെന്താ അത്? പറയട്ടെ കുട്ടു. വേണ്ട വേണ്ട. എന്നാ വേണ്ട. പറ കുട്ടിമണി, ഞങ്ങളൂടെ അറിഞ്ഞെന്ന് വെച്ചാ എന്താ? അതെ, ആ മോഹം എന്താന്നറിഞ്ഞ ഞങ്ങളോട് പ്രാർത്ഥിക്കാം. അപ്പൊ അത് പെട്ടെന്ന് നടക്കും. അതെ, അത് അതൊന്നുമില്ല. എനിച്ചേ എനിക്ക് എനിച്ചേ മനുഷ്യനൊരു കഥ പറഞ്ഞു തന്നായിരുന്നേ. ഒരു രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ. ആ രാജകുമാരി ആവണം. ഇത്രയുള്ളോ? അതിനല്ലേ ഈ കഞ്ഞി. ഈ കഞ്ഞി കുടിച്ച കുട്ടിമണി രാജകുമാരിയായി മാറും. ആണോ മനുഷ്യ? അതെ കുട്ടു, കുട്ടു കഴിക്ക്. എന്നാ കഴിച്ചാ? പക്ഷെ ഇവിടെ ആരും നിക്കരുത്. മനുഷ്യനെ വെച്ച് ബാക്കി എല്ലാരും പറ്റുവാണ്. നിങ്ങളൊക്കെ ഇവിടെ നിന്നാലേ എനിക്ക് കഴിക്കാൻ ആണ്. എന്റെ കുട്ടു പറഞ്ഞ കേട്ടില്ലേ? പൊക്കോ. എന്നാ ഞങ്ങള് പോയേക്കാം. വാ മുത്തി. ഇനി കഴിക്കൂട്ടു. കഴിക്ക്. അതെ, ആ ഡോക്ടർ നുണ പറഞ്ഞല്ലോ മനുഷ്യ. ഡോക്ടർ എന്തിനാ നുണ പറയുന്നേ? അഥവാ പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂ. ഇത് രാജകുമാരി ആവാൻ വേണ്ടി തന്നെ ഉള്ളതാ. കുട്ടി ധൈര്യമായിട്ട് കഴിക്കും. കഴിക്കും. ഒന്നുമില്ല. ഈ മെഴുക്ക് വരട്ടിയോടെ കഴിക്കും. അപ്പൊ കയ്പ് തോന്നില്ല. കഴിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ കഴിക്ക്. ഇനി കഞ്ഞി കുടിക്കും. മിടിക്കാവണ്ടേ, രാജകുമാരി ആവണ്ടേ നമുക്ക് പെട്ടെന്ന്. കഴിക്കും. അങ്ങനെ തന്നെ കഴിക്കും. കഴിക്കും. മുഴുവൻ കഴിക്കണം കേട്ടോ. ഓ മിടുക്കി. ആഹാ, കഴിഞ്ഞോ? ഞാൻ മുഴുവനും കഴിച്ചു. പിന്നെ അല്ലാതെ എന്റെ കുട്ടു ആരാ മോള്? ഞാൻ പെട്ടെന്ന് നാളെ രാജകുമാരി ആകുവാണേ. അപ്പൊ ശരി, കാണാം. മനസ്സിജ, ഇനിയാ യഥാർത്ഥ വെല്ലുവിളി. ഇന്ന് രാത്രി കുട്ടിമണി ഒരുപോലെ കണ്ണടയ്ക്കാൻ പാടില്ല. അയ്യോ ദൈവമേ, അത് നടക്കുവോ? നടക്കണം. മരുന്ന് ഫലിക്കണമെങ്കിൽ അത് അത്യാവശ്യം. രാവിലെ തൊട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞ് നടക്കുക കുട്ടിമണി. അതിനിടയിൽ രാത്രി കൂടി ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തേ പറ്റൂ. മനസ്സിജം വിചാരിച്ച അത് നടക്കും. അല്ലെ വിളിച്ചേക്കാം. ഹലോ സഞ്ജു, ഞാനാടാ ശിവ. എന്താ ശിവ ഇത്? നേരത്രയായി. ഇനി എന്താ പറയാനുള്ളത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? എടാ, നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാടാ. ഇവിടെ കാട്ടിലൊറ്റയ്ക്ക് എനിക്ക് പേടിയാവുന്നു. ശിവയ്ക്കും പേടിയോ? കഷ്ടം. ശിവ, കിടന്നുറങ്ങാൻ നോക്ക്. കാടല്ലേ, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. വല്ല കാട്ടാനോ മറ്റോ വന്ന് ചവിട്ടി കൊന്നാലോ? എന്നാ 2 ലക്ഷം രൂപ കിട്ടിയുടെ വീട്ടുകാർക്ക് സർക്കാർ ധനസഹായം. നീ എന്നെ കളിയാക്കാണല്ലേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ശിവ കാട്ട് പെട്ടുപോയി. അതെന്റെ തെറ്റാണോ? ഈ രാത്രി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതും എന്റെ തെറ്റാണോ? ശിവ, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കടാ. എന്നിട്ട് നാളെ നേരം വെളുക്കാൻ വേണ്ടി കാത്തു നിൽക്കണം. അല്ലാതെ രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? ശരിയാ. നീ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? എന്നാ വെച്ചേക്കടാ സഞ്ജു. ഇതുപോലെ മറുപടി പറയാനുള്ള അവസരങ്ങൾ എനിക്കും വരും. ഇതിനുള്ള മറുപടി ഞാൻ അന്ന് പറഞ്ഞോളാം. വെച്ചോടാ.
അച്ഛയുടെ കുഞ്ഞുമണി ഉറങ്ങിക്കോട്ടോ. ആ, കുട്ടു ആ, ആ, ഞാൻ ഉറങ്ങട്ടെ മനുഷ്യ. കുട്ടു, ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് രാത്രി ഉറങ്ങാൻ പാടില്ലെന്ന്. ഇന്നേ കാട്ടിൽ നിന്നൊരു വലിയ ഭൂതം പുറത്തിറങ്ങുന്ന ദിവസമാ. ഉറങ്ങുന്നവരൊക്കെ അത് പിടിച്ചോണ്ട് പോകും കേട്ടോ. എന്നാ കുഞ്ഞുമണി എണീപ്പിച്ച് അവളെ അങ്ങനെ ഭൂതം പിടിച്ചണ്ട. കുഞ്ഞുമണിയെ ഭൂതം പിടിക്കത്തില്ല, വലിയവരെയാ ഭൂതം പിടിക്കുന്നത്. എന്നിട്ട് മുട്ടിയും ഷാപ്പി ഡോക്ടറും മുകുരനും ഒക്കെ ഉറങ്ങിയല്ലോ. അപ്പൊ അവരെ പിടിക്കൂലേ ഭൂതം? അവരെ പിടിക്കും. അവരോട് ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ അവര്? പാവം മുത്തി. മുത്തിയെ മാത്രം നമുക്ക് എണീപ്പിച്ച. വേണ്ട, മുത്തി ഉറങ്ങിക്കോട്ടെ. മുത്തി വയസ്സായ ആളല്ലേ, പാവം തോന്നി ഭൂതം മുത്തിയെ വെറുതെ വിട്ടോളും. അല്ല മനുഷ്യ, ഈ ഭൂതം എന്തിനാ വരുന്നേ? അതോ ഭൂമിയിലെ നല്ല ആളുകളെയും ചീത്ത ആളുകളെയും തരംതിരിക്കാൻ. ചീത്ത ആളുകളെ മുഴുവൻ ഭൂതം കൊണ്ടുപോകും. ആണോ? അപ്പൊ കണ്ടം പൂച്ചയും കൊച്ചൊക്കെ കൊണ്ടുപോകല്ലേ? പിന്നല്ലാതെ, അവരൊക്കെ ചീത്ത ആളുകളല്ലേ. മനുഷ്യനും ഞാനും കുഞ്ഞോനിയൊക്കെ നല്ലവരാ. അതുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യത്തില്ല അല്ലേ മനുഷ്യ? അതെ. എന്നാ പിന്നെ നമുക്ക് ഉറങ്ങാം. ഉറങ്ങരുത്, അത് പറ്റൂല. എനിക്ക് ഉറക്കം വരണം മനുഷ്യ. രാവിലെ എഴുന്നേറ്റല്ലേ ചിരിച്ചെന്നൊക്കെ പറഞ്ഞ് കണ്ണം കാണാണിഞ്ഞു പോവാ. ഇന്നൊരു ദിവസത്തേക്ക് കൂടി ക്ഷമിക്ക്. എല്ലാം കുട്ടുവിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. എന്റെ നന്മയാ മനുഷ്യ കിട്ടാൻ പോകുന്നേ. അല്ല, മനുഷ്യൻ പറഞ്ഞ കഥയിലെ പോലെയാണോ? അതെ, കഥയിലെ രാജകുമാരിയായിട്ട് മാറണ്ടേ? പിന്നെ ഞാൻ രാജകുമാരി, മനുഷ്യൻ രാജകുമാരൻ. നമ്മളെ അനുസരിച്ചാൽ ഒരുപാട് ജോലിക്കാര്. നമ്മൾ താമസിക്കുന്ന കൊട്ടാരം ഒന്ന് കാണണം. മുട്ടില്ലേ മനുഷ്യ, മുത്ത് മുട്ടും കൊണ്ടാ ഉണ്ടാക്കിയേക്കുന്നത്. തൂണൊക്കെ ഉണ്ടല്ലോ, മുട്ടായി കൊണ്ടാ. മുട്ടായി ഉണ്ട്, നല്ല തേൻ പഴുവിന്റെ മുട്ടായി. മുട്ടായി കൊണ്ട് തൂണുണ്ടാക്കിയ അതൊക്കെ ഉറുമ്പ് നിന്നോണ്ട് പോവില്ലേ? അങ്ങനൊരു കാര്യം എന്നെ പിന്നെ വേണ്ട മനുഷ്യ. അല്ല പിന്നെ ഉറുമ്പ് തിന്നോട്ടെ മനുഷ്യ, പാവല്ലേ പാവം. എന്നാ തിന്നോട്ടെ. പിന്നെ കൊട്ടാരത്തിൽ പിന്നെ കൊട്ടാരത്തിൽ ഒരുപാട് കുരുത ഉണ്ടായിരുന്നു. മനുഷ്യന് ഇഷ്ടാണോ കുരുതനെ? അയ്യോ എന്നാ വേണ്ട 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 വേണ്ട. പൂടമേ നീ വരല്ലേ 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 പൂട ഇരിക്കില്ലിട്ടോ മനുഷ്യ. ഇവിടെ ഇങ്ങനെ കുട്ടി വെക്കാനാ? കാണാൻ നേരെ നിൽക്കുന്നില്ല നമ്മോ. അയ്യോ അയ്യോ അയ്യോ. അമ്മ കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല മോളെ. കണ്ണടയ്ക്കുമ്പോ ഓരോരോ ചിന്തകളാ. എന്നമ്മ? അല്ല, നിനക്കെന്ത് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കും മഹാദേവൻ തമ്പി അങ്ങനെ ചെയ്തത്? ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു അച്ഛൻ ചെയ്യുന്ന പണിയാണോ അയാൾ ചെയ്തു വെച്ചത്? ഇതിലെന്തോ കൊനഷ്ടുണ്ട്. ഒന്നും ഇല്ലമ്മ, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഉണ്ട്. എന്താ അപ്പച്ചമ്മേ? നീ കിടന്നില്ലേ? ഇല്ല, ബാലേട്ടൻ ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. എടാ രവി, നിന്റെ അഭിപ്രായം എന്താ തമ്പി അങ്ങനെ ചെയ്തതില്? ആ മഹാദേവൻ തമ്പിയുടെ സ്വന്തം മോളല്ലേ മതികല, അവളുടെ ഭർത്താവല്ലേ നീ? എന്നിട്ട് സ്വത്ത് എഴുതി വെച്ചത് കുട്ടിമണിയുടെയും കുഞ്ഞിന്റെയും പേരില്. അത് പിന്നെ അച്ഛനൊരു ആഗ്രഹമേ ഉള്ളൂ, കുട്ടിമണിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത്. മതികലയാണെങ്കിൽ രണ്ടുപേരെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. സ്വന്തം മകള് കൊലപാതകയാകാതിരിക്കാൻ സ്വത്തുകൊണ്ടൊരു മതില് തീർത്തു അച്ഛൻ. അല്ല, ഇതൊക്കെ എഴുതി വെച്ചിട്ട് കുറെ ദിവസം ആയില്ലേ? പിന്നെയും പിന്നെ അത് പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ അപ്പച്ചമ്മേ? ദിവസമൊക്കെ കുറെ ആയി, പക്ഷെ ഇത്രയും കോടി രൂപയുടെ സ്വത്തൊക്കെ എഴുതി കൊടുക്കുകയെന്ന് വെച്ചാ എനിക്ക് തോന്നുന്നത് തമ്പി വേറെ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാ. എന്താ അപ്പച്ചമ്മേ പിന്നെ ഒരു സംശയം? തമ്പി ചെയ്തതിൽ പിന്നെ സംശയം തോന്നില്ലേ? എന്തായാലും മനസ്സിജനും കുട്ടിമണിയും കുഞ്ഞും രക്ഷപ്പെട്ടു. മഹാദേവൻ തമ്പിയുടെ സ്വത്ത് മുഴുവനും അവർക്ക് കിട്ടിയില്ലേ? ഇനിയുള്ള കാലം അവർക്ക് രാജാവിനെ പോലെ കഴിയാം. എല്ലാം ആ കൊച്ചിന്റെ ഭാഗ്യം രവി. അവൾ ഐശ്വര്യം കൊണ്ടാ വന്നിരിക്കുന്നത്. നീ കണ്ടോ, കുട്ടിമണിയും ശരിയാവും, അവൾ നമ്മളെപ്പോലെ ആവും. ഇനി വരാൻ പോണത് അവരുടെ കാലമാ. ആരുടെ കാലം വന്നാലും എനിക്ക് സന്തോഷം അപ്പച്ചമ്മേ. മതികല ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ, എനിക്കത് മതി. അവള് വരണ്ട, അല്ലെങ്കിലും അവള് നിനക്ക് ചേർന്ന പെണ്ണൊന്നും അല്ലായിരുന്നു. അവള് പോയാ വേറൊന്ന്, നിനക്കങ്ങനെ സങ്കടപ്പെടേണ്ടി ഒന്നും വരത്തില്ല. കണ്ടോടാ, ഞാനൊരു വാക്ക് പറഞ്ഞ അപ്പ സമ്മതിക്കും അവള്. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. എന്റെ മനസ്സിൽ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്.
കുഞ്ഞും മനസ്ജനും അസുഖം മാറിയ കുട്ടിമണിയും ഇവിടെ വരുന്നു. പിണങ്ങിപ്പോയ ബാലന്റെ സീതയും തിരിച്ചു വരുന്നു. ഈ വീടൊരു സ്വർഗമാകുന്ന കാഴ്ച എനിക്കൊന്ന് കാണണം രവി. അത് കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. അപ്പച്ചമ്മയുടെ ആഗ്രഹമൊക്കെ കൊള്ളാം. അങ്ങനെയൊക്കെ നടക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കില്ല അപ്പച്ചമ്മേ. അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ ഈ വയലോരം വീട്ടിനില്ല എന്ന് ഞാൻ വിശ്വസിച്ചേനെ പണ്ടായിരുന്നെങ്കിൽ. ഇന്ന് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചുറ്റും നടക്കുമ്പോ നീ പറയുന്നത് പോലെ ചിന്തിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു ബന്ധവുമില്ലാത്ത മനസ്ജനും കുട്ടിമണിക്കും കുഞ്ഞിനുമാ തമ്പി സ്വത്തെഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നടക്കും. എന്റെ പേടി അതൊന്നുമല്ല. മനസ്സിന്റെ കുഞ്ഞിനെ വേണമെന്നാണല്ലോ സീതയടുത്തേക്കിപ്പോ. ആ കുഞ്ഞ് ചെന്ന് അവരുടെ കയ്യിൽ പെട്ട സ്വത്തിന്റെ അവകാശം അവർക്കാവും. അതിനല്ലേ ഇവിടെ കോടതി നിയമവും. സീതയുടെയും പൂക്കോടിയുടെയും ആഗ്രഹങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതേ നടക്കൂ, അത് ഉറപ്പാ. നീ സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങ്. പരുത്തിക്കാവിലമ്മേ. കുട്ടു 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 ഉറങ്ങാതെ. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കാല് രണ്ടും എടുത്ത് ആ പാത്രത്തിലോട്ട് വയ്ക്ക്. അപ്പൊ ഉറക്കം വരത്തില്ല. കാൽ നനയില്ല മനുഷ്യ, ഇല്ല വെള്ളമല്ലേ. ഉറക്കം പോവാനാ കുട്ടു. പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പരീക്ഷയുടെ തലേ ദിവസം ഞാനൊക്കെ എത്ര തവണ ഇങ്ങനെ ഇരുന്നിരിക്കുന്നു. ആണോ? ആ എന്നാ പിന്നെ ഞാൻ വിളിച്ച ഓ മനുഷ്യ, എന്തോ എന്നെ നന്നാക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? അതെ. നന്നായി കഴിയുമ്പോ മനുഷ്യനെന്നെ ഇഷ്ടമില്ലാണ്ടാവൂ. അതെന്താ കുട്ടു അങ്ങനെ ചോദിച്ചത്? കുട്ടു നന്നാവുന്നത് കാണാനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, കുട്ടുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ ഇഷ്ടമില്ലാതാവുന്നേ? അതല്ല മനുഷ്യ, ഞാനിപ്പോ കുഞ്ഞാവെ പോലെ ആണെന്നാണല്ലോ. കളിക്കുന്നു, ഇരിക്കുന്നു, ഓടുന്നു, ചാടുന്നു. നന്നാവുമ്പോ ഞാൻ വലിയ ഗൗരവത്തി ആവുന്നാണല്ലോ ഷായിപ്പ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അങ്ങനെ ഗൗരവത്തിയായ എന്നെ കാണാൻ രസം ഉണ്ടാവോ? അപ്പൊ മനുഷ്യന്റെ ഇഷ്ടം പോയാലോ? നീ ആള് കൊള്ളാലോ. നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? Yes, it's a good sign. ഷായിപ്പ് ഡോക്ടറെ, ഡോക്ടർ ഉറങ്ങിയില്ലായിരുന്നോ? Ila, kutemani yude, ipedi. Adaru, nala sai nanu. That means kutimani pas, marakunu. എല്ലാം ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കുക. Tairi mailiku, God is always make a miracle. Let's see. ഓ അല്ല മനുഷ്യ, എന്നെ ഈ ഡോക്ടർ ഇപ്പൊ വന്നിട്ട് പോയേ? കുട്ടു ശരിയായി തുടങ്ങിയെന്ന്. അപ്പൊ ഞാൻ ഇതുവരെ ശരിയല്ലായിരുന്നോ? തെറ്റായിരുന്നോ? അങ്ങനല്ല, നമ്മൾ എന്തിനാണോ ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ ശരിയാവാൻ തുടങ്ങിയെന്നാ ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. ഓ അങ്ങനെ. മനുഷ്യ മനുഷ്യ, ആ ഷായിപ്പ് ഡോക്ടറെ പേടിച്ചു വന്നായിരിക്കും. പൂടം പിടിച്ചാ തിരിച്ചാൻ. ഷായിപ്പന്മാർക്കേ നമ്മളെക്കാളും ബുദ്ധിയുണ്ട് മനുഷ്യ. നിനക്കെങ്ങനെ അറിയാം? നമ്മുടെ കൊട്ടാരയില്ലേ മുത്തു കൊണ്ടുണ്ടാക്കിയത്, അവിടെ ഉണ്ട് ഇതുപോലൊരു ഷായിപ്പ്. അയക്ക് ഭയങ്കര ബുദ്ധിയാ. ആണോ? കൊട്ടാരത്തിൽ സായിപ്പിന് എന്താ ജോലി? ജോലി ഷൊപ്പല്ലേ മനുഷ്യ, എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാ ഞാൻ പറയാം. കൊട്ടാരം വൈദ്യനാ. രാജകുമാരനെ രാജകുമാരിയെ മാത്രം ചികിത്സിക്കുന്ന വൈദ്യൻ. ആട് കൊള്ളാം. ഇനി എത്ര നേരം ഉണ്ട് മനുഷ്യ നേരം വെളുക്കാൻ? കുറച്ചു നേരം കൂടിയേ ഉള്ളൂ കുട്ടു. അധികം താമസിയാതെ തന്നെ നേരം വെളുക്കും. വേഗം വെളുത്താൻ മതിയായിരുന്നു. ഉറക്കം വന്നിട്ട് വയ്യ. ഉറങ്ങാൻ കുട്ടു, നേരം ഒന്ന് വെളുത്തോട്ടെ. ഓ ശരി. മോളെ മൈലമ്മേ, മൈലേ. എന്നമ്മാ? എന്നമ്മാ? ഞാനൊരു സ്വപ്നം കണ്ടടി. നമ്മുടെ കുട്ടിമണിയില്ലേ, അവള് യോഗ്യയായ ഒരാളായി മാറിയിരിക്കുന്നു. എല്ലാം കൊണ്ടും യോഗ്യ, നല്ല ബുദ്ധിയും കഴിവുമുള്ള ഒരു പെണ്ണ്. ആണ്ടവാ, ആ സ്വപ്നം സത്യമായി തീർന്നാ മതി. തീരുവടി,
നീ കണ്ടോ, അങ്ങേര് പറഞ്ഞിട്ട് ഞാൻ വ്രതമെടുത്ത കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ആ ഒക്കെ ശരിയാവും. മുരുക കാപ്പാത്തപ്പാ. നേരെ എത്രയായി കാണും മോളെ? ആ നേരം പുലർന്നമ്മ. അപ്പോ അമ്പലങ്ങളിൽ ദൈവങ്ങൾ ഉണരുന്ന സമയം. മോളെ, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് ഈ നാട്ടിലൊരു വിശ്വാസമുണ്ട്. ഇത് ഫലിക്കും. ഫലിക്കും അമ്മ, കടവുൾ കാക്കും. മരിക്കും മുമ്പ് എനിക്ക് അതും കൂടി ഒന്ന് കാണണം. അതെന്റെ വലിയ ആശയാ. ഇപ്പോഴായിരിക്കും ദൈവം അത് സാധിച്ചു തരാൻ പോണത്, അല്ലേ മോളെ? അതെ അമ്മ, ഓരോന്നിനും ഓരോ കാലം ഇருக்கு. അതെ അതെ, അത് നടന്നാ മോളെ നിന്റെ ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. എനിക്ക് എന്റെ ആഗ്രഹം അമ്മ. മോളെ, നിന്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും ഇവിടെ എത്തിയത്. പെണ്ണിന്റെ മനസ്സിന്റെ ചാഞ്ചാട്ടം കുറേ കണ്ടവളാ ഞാൻ. പെണ്ണിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ മുല്ലവള്ളി പോലെയാ. അതിനെപ്പോഴും പടരാൻ ഒരു തേന്മാവ് വേണം. ഇപ്പം നിന്റെ മനസ്സിൽ ഒരു പകൽപൂരം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ആഗ്രഹത്തിനൊന്നും ഒരു തെറ്റുമില്ല. രവി അവന് പറ്റിയ പെണ്ണ് തന്നെയാണ് നീ. വരട്ടെ, ഈ ഞാൻ തന്നെ എല്ലാം നടത്തിത്തരും. മതികല എന്ന മൂദേവി ജയിലിൽ, സീത എന്ന അത്യാഗ്രഹി അവളുടെ വീട്ടിൽ. ഈ വീട്ടിലെ നശൂലങ്ങളെല്ലാം ഇവിടെ നിന്ന് പടിയിറങ്ങി. ഇനി ഇവിടെ ലക്ഷ്മിമാര് വാഴണം. നീയും കുട്ടിമണിയും. അത് നടക്കും. നടക്കുമെന്ന് ദൈവം എന്നെ അറിയിച്ചതാ ഈ സ്വപ്നം വഴി. നടക്കട്ടെ അമ്മ. അമ്മ ഇപ്പൊ കിടക്ക്. കിടക്കാനോ? ഇത്രയും നല്ലൊരു കാഴ്ച സ്വപ്നത്തിൽ കണ്ടിട്ട്? ഇല്ല മോളെ, ഇന്നെനിക്ക് ഉറക്കം വരില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും, കണ്ണും തുറന്ന്. എനിക്ക് കാണാം അവളെ, എന്റെ കുട്ടിമണിയെ. മിടുക്കിയായിരിക്കുന്നു, മിടുമിടുക്കി. അവളൊന്നിങ്ങോട്ട് വന്നോട്ടെ. പിന്നെ എന്റെ കാലമാ, അവളുടെ ഈ അപ്പച്ചി അമ്മയുടെ. എന്ത് സ്നേഹത്തോടെ അവൾ എന്നെ വിളിക്കുന്നെന്നറിയോ? അപ്പച്ചി അമ്മയെന്ന്. അതുപോലെ സ്നേഹത്തില് അതിനു മുമ്പും അതിനു ശേഷവും എന്നെ ആരും വിളിച്ചിട്ടില്ല. എവിടെയായാലും അവക്ക് നല്ലത് വരുത്തിയാ മതിയായിരുന്നു. അമ്മ, അമ്മ സങ്കടപ്പെടാതെ. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. കുറച്ചു നേരം കൂടെ കിടക്ക്. പരുത്തിക്കാവിലമ്മേ. അമ്മ കിടക്ക്. ഹലോ ശിവ. എടാ സഞ്ജു, ആപത്ത് നേരത്തെ സഹായിക്കാത്തവനെ ഞാൻ ചത്തില്ലടാ. അല്ലെങ്കിലും ശിവ ചാവത്തൊന്നുമില്ല. മുറിച്ചിട്ടാ മുറി കൂടുന്നല്ലേ? അതെ, നീ ഇപ്പൊ വലിയ സോപ്പൊന്നും ഇടണ്ട. ഇന്നലെ രാത്രി വിളിച്ചപ്പോ എന്തായിരുന്നു? നിനക്ക് ഉറങ്ങണം അല്ലേ? നിന്നെ ഉറക്കി തരാടാ. ഞാനേ ഇതിനകത്തുള്ള പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കോട്ടെ. ദേ ശിവ, ഉറക്കപ്പിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ദേ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലേ ശിവ. ആപത്തിൽ സഹായിക്കുന്നവൻ തന്നെയാ ഈ സഞ്ജു. അത് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായടാ. എന്റെ ശിവ, നീ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ നോക്ക്. എന്നിട്ട് ആ പണിയൊക്കെ തീർത്തിട്ട് വേഗം ഇങ്ങോട്ട് വാ. കുട്ടിമണിയും കുഞ്ഞും നിന്റെ കയ്യിലെത്തണം. അത് ഞാൻ കണ്ടുപിടിക്കും. അതിന് വഴി വല്ലതും മനസ്സിലായോ? കാട്ടിലെ വഴിയേ. എവിടുന്ന്? ദിക്കുപോലും അറിയാൻ പറ്റുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും കാട് തന്നെ. അധികം സംസാരിക്കണ്ട, ചാർജ് തരും. അതെ, നീ വെച്ചോ. എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ വിളിച്ചോളാം. ശരി. പിന്നെ ശിവ ഇറങ്ങിയ നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നടക്കൂടാ. ഇന്ന് വെക്കട്ടെ. ശരി.
ഇവിടെ സൂര്യൻ. അപ്പോൾ അതാണ് കിഴക്ക്. അത് കിഴക്കാണെങ്കിൽ ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്, ഇത് വടക്ക്. ഞാൻ അവിടെ നിന്നാ വന്നേ. കിഴക്കിന്നാണോ പടിഞ്ഞാറെന്നാണോ? പണ്ടാരം ടോസ് ചെയ്ത് നോക്കാം. അപ്പൊ കിഴക്ക് തന്നെ. ദൈവമേ, ശരിയായിരിക്കണേ. നോക്കി നടക്ക്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കുട്ടു അനുസരിച്ചു. കുട്ടിമണി ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആഹാ, ഗുഡ്. അപ്പൊ കുട്ടിമണി മിടുക്കിയായി തുടങ്ങിയല്ലോ. ഉറങ്ങിയിരുന്നെങ്കിലേ ഭൂതം പിടിച്ചേനെ ഡോക്ടറെ. അല്ല, ഈ ഡോക്ടർമാരെ ഭൂതം ഒന്നും പിടിച്ചിട്ടില്ലേ? ഡോക്ടർമാർക്കേ കുറെ നേരം കഴിഞ്ഞപ്പോ എണീറ്റായിരുന്നല്ലോ. അതാണ്. ഉറങ്ങാതിരുന്നല്ലോ മിടുക്കി കുട്ടി. ഇവരെ ഒന്നും പിടിച്ചില്ലല്ലോ. അയ്യോ, അതെന്താണെന്തോ അങ്ങനെ. എന്താ മുത്തി, നിങ്ങളൊന്നും ഭൂതം പിടിക്കാത്തത്? അതെ, പിടിക്കാൻ വന്നപ്പോ ഇവനെ കണ്ടപ്പോ പേടിച്ചോടി. ഇവനെ ഭൂതത്തെ എളിച്ചു കാണിച്ചു. അതൊന്നുമല്ല, ഭൂതം പതുക്കെ വാതില് തുറന്ന് അകത്തേക്ക് കയറിയപ്പോ പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടി. ഭൂതം നോക്കിയപ്പോ വേറൊരു ഭൂതം കിടന്നുറങ്ങുന്നു. ആരാ? മുത്തി. നിലത്ത് നിക്ക്. ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. ഒരു തമാശ പറഞ്ഞല്ലേ മുത്തി? മുത്തി ആരാണെന്നും എന്താണെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. മുത്തി ഈ കാടിന്റെ മുത്തല്ലേ? അല്ല, മുത്തിയല്ലേ? ആ ബഹുമാനം ഉണ്ടായാൽ നിനക്ക് കൊള്ളാം. ഡോക്ടറെ, ഇവിടെ ഭൂടോ ഇല്ല പേടോ ഇല്ല. ഈ മനുഷ്യൻ എന്നെ പറ്റിച്ചതാ. ചുമ്മാ ഞാൻ ഉറങ്ങാണ്ടിരിച്ച. ആണോ മനസിജ? ഒരാൾ ഉറങ്ങാതിരിക്കാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? മനുഷ്യനെ കുറ്റമൊന്നും പറയണ്ട. ഡോക്ടർ പറഞ്ഞിട്ടല്ലേ മനുഷ്യൻ എന്നോട് അങ്ങനെ ചെയ്തത്. അപ്പോ കുട്ടിമണിക്ക് എല്ലാം അറിയാല്ലേ? എല്ലാം അറിയായിരുന്നിട്ടും എന്താ കുട്ടിമണി ഒന്നും അറിയാത്തവരെ പോലെ പെരുമാറുന്നത്? കുട്ടിമണിയുടെ ഉള്ളിലേ വേറൊരു കുട്ടിമണിയുണ്ട്. ആ കുട്ടിമണിയെ എന്താ പുറത്തു കൊണ്ടുവരാത്തത്? എനിക്ക് രോഗമല്ലേ ഡോക്ടറെ? സ്വപ്പത്തിലാ ഞാൻ രാജകുമാരി. ഇവിടെ നേരിട്ട് വരുമ്പോ ഞാൻ മണ്ടിയാന്നേ. അപ്പൊ അതും കുട്ടിമണിക്ക് അറിയാം. എന്നാ കുട്ടിമണിക്ക് അറിയാത്ത ഒരു സത്യം ഞാൻ പറയട്ടെ. കുട്ടിമണിക്ക് അസുഖവും ഇല്ല, കുട്ടിമണി രോഗിയോ അല്ല. അതൊക്കെ കുട്ടിമണിയെ പറ്റിക്കാൻ വേണ്ടി ആരോ ചെയ്തു വെച്ചതാ. ഈ കീ കൊടുക്കുന്ന പാവ കണ്ടിട്ടില്ലേ? കീ കൊടുക്കുമ്പോ ചെണ്ട കൊട്ടുന്ന പാവ. ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഉത്സാഹത്തിന് പോയപ്പോ അച്ഛൻ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. ആ പാവയെ പോലെയാ കുട്ടിമണി. രോഗിയാണ്, മണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാരും കൂടി കുട്ടിമണിയെ അതിനനുസരിച്ച് കീ കൊടുത്തു വിട്ടു. കുട്ടിമണി ആ വേഷം ആടി. ഇനി അത് അഴിച്ചു വെക്കാനുള്ള സമയമായി. കുട്ടിമണിയിലെ ഒറിജിനൽ കുട്ടിമണി, യഥാർത്ഥ കുട്ടിമണി പുറത്തു വരാനുള്ള സമയമായി. ഞങ്ങളുടെ ശ്രമം അതിനായിരുന്നു. ഇനി കുട്ടിമണി ശ്രമിക്കണം. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിക്കുമ്പോ അതങ്ങ് വിജയിക്കും. ശ്രമിക്കോ? ഞാനോ? കുട്ടിമണിക്ക് പറ്റും. അറിയില്ല എങ്കിൽ നാം പറയാം. ഒരു മന്ത്രം. പറഞ്ഞോ. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാ? എനിക്ക് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ അനു. പിന്നെ ഞാന് മറ്റുള്ളവരെ പോലെ അങ്ങനെയല്ലല്ലോ ഷാപ്പി ഡോക്ടറെ. അങ്ങനെ പറയൂ. അങ്ങനെ ആന. അങ്ങനെയാണ്. അങ്ങനെ പറ. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. ഗുഡ് മെരിക്കി. ഈ വാചകം ഒരുപാട് തവണ പറയണം. പറയൂ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാന് മറ്റുള്ളവരെ പോലെ തന്നെയാണ്. വെരി ഗുഡ്. എത്ര പെട്ടെന്നാ കുട്ടിമണി ഇത് പഠിച്ചത്. ബുദ്ധിയുള്ളതുകൊണ്ടാ ഇത് സാധിക്കുന്നത്.
എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാ. എനിക്കൊരു കുഴപ്പമില്ല. മറ്റുള്ളവരെ പോലെ തന്നെ. എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല മറ്റുള്ളവരെ. എനിക്ക് കുഴപ്പമില്ല. ഡോക്ടർ പേരേക്കേണ്ട. എടുത്ത് കിടത്തിയാ മതി. ക്ഷീണം വിടുമ്പോ എണീറ്റോളൂ. അകത്തോണ്ടോ? എന്താ ഇതൊക്കെ? എന്നിത് എവിടെ പൂട്ടിയിട്ടേക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. ഈ ഗുളിക കഴിക്കും. ഇത് 2 എണ്ണം വീതം. ഇതിലൊരെണ്ണം ഇപ്പൊ കഴിക്കണം. ഗുളികയൊക്കെ ഞാൻ കഴിച്ചോളാം. ഇത് ഏതാ ഹോസ്പിറ്റൽ? അത് പറ. എവിടെ ഈ സ്ഥലം? അതൊക്കെ അവിടെ ചോദിക്കണം. ഹലോ ഹലോ, ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. വെറുതെ അലറിയിട്ട് കാര്യമില്ല. എന്നെ ഇത് എവിടെയാ കൊണ്ടുവന്ന് പൂട്ടിയിട്ടേക്കുന്നത്? ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. നോക്കിക്കോ. ഇതൊക്കെ SP സാറ് പറഞ്ഞിട്ടാ. വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിക്കണ്ട. ഇല്ലെന്നങ്ങ് കരുതിയാ മതി. എന്നെ ഇത് എവിടെ കൊണ്ടുവന്നിരിക്കുന്നെങ്കിലും ഒന്ന് പറ. മിണ്ടാതെ ഇവിടെ കിടന്നാൽ നിനക്ക് കൊള്ളാം. ഇതൊക്കെ എവിടുന്ന് വന്നു? സാറേ, സാറിന്റെ മൊബൈൽ ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷെ തരില്ല. ഒരു കോള് വിളിച്ചാ മതി. ഒരൊറ്റ കോള് 500 രൂപ തരാം. കൈക്കൂലി ഞാൻ വാങ്ങില്ല, പക്ഷേ ഫോൺ ചാർജ് വാങ്ങും. ഞാൻ തരാം. എത്ര വേണേലും തരാം. ഒരു കോൾ ചെയ്തോട്ടെ പ്ലീസ്. തന്നു. ശരി. ഹലോ സഞ്ജു, നീ ഇതെവിടെയാ? എടാ, നീ ആ ബാസ്റ്റിനെ ഒന്ന് തപ്പിപ്പിടിക്കും. ഇപ്പൊ ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയണം. എടാ പൊട്ടാ, ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിലാ. ഈ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാ ബാസ്റ്റിനെ വിളിക്കാൻ പറഞ്ഞത്. അതെ, പൾസ് റേറ്റ് 500. ഇപ്പൊ 2 പൾസായി. 1000 ആയിട്ടുണ്ട്. കത്തുമ്പോ വേണം വാഴ വെട്ട്. തനിക്ക് ആവശ്യമുള്ളത് ഞാൻ തരാം. അയ്യോ എടാ, അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. സർ, ആ ഫോണിങ് എടുക്ക്. ഇതാ ചെക്ക് ചെയ്. സർ, അവള് 3 നമ്പറുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ നമ്പറുകൾ നോട്ട് ചെയ്യ്. എത്രയും പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്യണം. അവരാരായാലും അടുത്ത 2 മണിക്കൂറിനുള്ളിൽ അവരെന്റെ മുന്നിലുണ്ടാവണം. ഓക്കെ സർ. ഇയാളെ എന്ത് ചെയ്യണം? തൽക്കാലം ഇയാൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ വിവരങ്ങൾ CA വിളിച്ച് അറിയിച്ചിരിക്കണം. ശരി സർ. അവളെ കണ്ടേ സർ? കണ്ടേക്കാം. മതികളെ, ഡേ എണീക്കടി. ഇവളുടെ വിലം കഴിച്ചേക്കാൻ പറ. പോലീസ് കാവലുണ്ടല്ലോ. എന്നെ തല്ലി ഈ പരുവത്തിലാക്കിയല്ലേ? എന്റെ വക്കീലിങ്ങി വന്നോട്ടെ. തൊപ്പി തെറിക്കുന്ന വഴി കാണത്തില്ല. എന്റെ പൊന്നു മോളെ, നിന്റെ കളി പോലീസിനോടാ, അതും കേരള പോലീസിനോട്. നീ പഠിച്ച പാഠങ്ങളൊന്നും ചെലവാകില്ല. നീ എഴുതി തന്ന പരാതി ഞങ്ങളുടെ കയ്യിലുണ്ട്. സുഖമില്ലെന്നും ആശുപത്രിയിൽ പോണോന്നും. ഞങ്ങൾക്ക് അത് മതി. നീ കോടതിയിലോ കംപ്ലൈന്റ് അതോറിറ്റിയിലോ പോയി കേസ് കൊടുക്ക്. കംപ്ലൈന്റ് അതോറിറ്റിയുടെ നമ്പർ വേണോ? എല്ലാ ഓർമ്മയുണ്ടാവണം. ഓക്കെ, നൗ യു ടേക്ക് റെസ്റ്റ് ആൻഡ് തിങ്ക് വെൽ.
Hi, Manasian. I have a meeting in Kottakkal. Who rented the some? അല്ല, ഈ അവസ്ഥയിൽ ഡോക്ടർ പോയാൽ Nothing to worry, man. ദാ ഈ പൊതി കണ്ടോ? ഇതിനകത്ത് വളരെ വിശേഷപ്പെട്ട ഒരു മരുന്ന് കൂട്ട. ഇത് കുട്ടിമണിക്ക് കൊടുക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വേണം കൊടുക്കാൻ. ഇത് കഴിച്ചാ തലച്ചോറിലെ സ്മൃതിനാശം വന്ന കോശങ്ങള് ഉത്തേജിക്കപ്പെടും. സുഷുമ്നയിൽ നിന്നും പുറപ്പെടുന്ന 2 പ്രധാനപ്പെട്ട നാഡികളുണ്ട്, ഇടയും പിങ്കളയും. അവയും ഉത്തേജിക്കപ്പെടും. പിന്നെ എന്ത് സംഭവിക്കുമെന്നത് കണ്ടു തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പണ്ട് മഹാഭാരത കഥയിൽ കൃഷ്ണൻ വിശ്വരൂപം കാട്ടിയില്ലേ? സഹസ്രകോടി സൂര്യന്മാർ ഒരുമിച്ച് ജ്വലിച്ചു വന്നാൽ എന്ന പോലൊരു അനുഭവം ഉണ്ടായില്ലേ? അപ്പ കണ്ടു നിന്നവർക്ക് അതുപോലൊരു അനുഭവം കുട്ടിമണിയിലും ഉണ്ടാവും. പ്രപഞ്ചത്തിന്റെയും വ്യക്തിയുടെയും ബോധതരംഗങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഒരുപോലെ വരുന്ന ഒരു അപൂർവ നിമിഷം. ആ നിമിഷത്തിലേക്കുള്ള യാത്രയാണ് ഈ മരുന്നിലൂടെ ഡോക്ടർ സൃഷ്ടിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ it will be a miracle. അതെ, നമുക്ക് കുട്ടിമണിയിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ കുട്ടിമണിയെ കൊണ്ടുവരാൻ കഴിയും. എനിക്ക് ഡോക്ടറെ വിശ്വാസമാ, ഈ മരുന്നിലും വിശ്വാസമാ. ചികിത്സ തുടങ്ങിയ പിന്നെ കുട്ടിമണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും അവസാനത്തെ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഡോക്ടറും കൂടി ഉണ്ടാകണമെന്നൊരാശ. അങ്ങനെ ആശിക്കാൻ എനിക്ക് അവകാശമൊന്നുമില്ല. എന്നാലും യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ലേ? അതിന് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ പറയാതെ തന്നെ ഡോക്ടർ അത് ചെയ്തേനെ. ഒന്നുകൊണ്ട് പേടിക്കേണ്ട മനസ്സിജൻ, എല്ലാം നന്നായിട്ട് തന്നെ കലാശിക്കും. പിന്നെ അവസാനത്തെ മരുന്നെന്ന് പറഞ്ഞത് ഇതാ അവസാനത്തെ മരുന്നൊന്നും അല്ല. ഇനിയും കുറേ മരുന്നുകൾ കഴിക്കാനുണ്ട്. വൺ മോർ തിങ് മനസ്സിജൻ, ഈ മരുന്ന് ഇന്ന് തന്നെ കൊടുക്കണം. ഇന്ന് ശുക്ലപക്ഷ പൗർണമിയാ, ചന്ദ്രന് ഏറ്റവും ബലമുള്ള ദിവസം. ചന്ദ്രനാണ് മനസ്സ്, അമ്മ. അതുകൊണ്ട് ഒരു തടസ്സവും വരാൻ പാടില്ല. അക്കാര്യം പേടിക്കണ്ട, ഞാൻ കൃത്യമായിട്ട് കൊടുത്തോളാം. മനുഷ്യ മനുഷ്യ, ആ ഷായിബ് ഡോക്ടർ എങ്ങോട്ടേ പോണേ ബാഗൊക്കെ ആയിട്ട്? ഇവര് പോവാട്ടു, വരും 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ എന്നെ ആര് ചികിത്സിച്ചും? അതിനല്ലേ കുട്ടിമണി ഈ പ്രകൃതി മുഴുവൻ തയ്യാറായി നിൽക്കുന്നത്. പിന്നെ മനസ്സിജനുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടിമണിയുടെ ചികിത്സ മുടക്കുന്നില്ല. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞങ്ങൾ പോകുന്നത്. വേണ്ട വേണ്ട വേണ്ട, എന്നെ ചികിത്സിച്ചാൽ ആ ഷായിബ് ഡോക്ടർ തന്നെ മതി. ഞാൻ ഷോപ്പത്തിൽ കണ്ട കൊട്ടാരത്തിലെ ഷായിബ് ഡോക്ടർ ആയിരുന്നു വൈദ്യൻ. അല്ല മനുഷ്യ, നമ്മളെ ഷായിബ് ഡോക്ടറെ അല്ലേ വൈദ്യനാക്കിയത് അല്ലേ? പോവണ്ടാന്ന് പറ മനുഷ്യ. അല്ല വേണ്ട, ഞാൻ പോയി കുട്ടിമണി, ഞങ്ങള് പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരും. വരുമ്പോ ഈ കുട്ടിമണി ആയിരിക്കില്ല ഞങ്ങളെ സ്വീകരിക്കുന്നത്. ഓ, എന്നാലും പോവണ്ടെന്നേ. അവരെ വിട്ടേക്കിട്ടു, ഒരാവശ്യം ഉണ്ടായിട്ടല്ലേ. പിന്നൊരു കാര്യം കൂടി, വിശേഷിച്ചെന്തെങ്കിലും കഴിക്കണമെന്ന് കുട്ടിമണി പറയും, വാങ്ങി കൊടുത്തോണം. എന്ന് കാണാം. ശരി. ആ ഡോക്ടർ പോവണ്ടായിരുന്നു മനുഷ്യ. പോണ്ടായിരുന്നു, പക്ഷേ അവർക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞാ നമ്മളെന്ത് ചെയ്യാനാ? നല്ല ആൾക്കാരായിരുന്നല്ലേ മനുഷ്യ? നല്ല ആൾക്കാരാ. വാ. ഇതിനകത്ത് എന്നാ മനുഷ്യ? അതെ, ഇതൊരു മരുന്നാ. എന്നതാ ഇതിനകത്ത്? അല്ല, നിങ്ങളെങ്ങോട്ടാ? നിങ്ങൾ ആരാ? ഞാനൊരാളെ അന്വേഷിച്ചു വന്നതാ. വഴിതെറ്റി ഈ കാട്ടി പെട്ടുപോയി. ഞങ്ങൾ പുറത്തേക്കാ. വഴിതെറ്റിയെങ്കിൽ ഞങ്ങളെ കൂടെ വരാം. ഓ, അയ്യോ, വലിയ ഉപകാരം. അല്ല, ഈ കാടിനകത്ത് നിങ്ങൾ ആരെ അന്വേഷിച്ചു വന്നതാ? അതൊരു വലിയ കഥയാ. അതവിടെ ഇരിക്കട്ടെ. നിങ്ങളെന്താ ഈ കാട്ടില്? ആരാ ഈ സായിപ്പ്? ആ, ഞങ്ങൾ കുറച്ചു നാളായിട്ട് ഇതിനകത്താ. പഠനം. ഇപ്പൊ ഒരാളെ ചികിത്സിക്കുക. മെന്റലി ഡിസേബിൾഡ് ആയ ഒരു പെൺകുട്ടിയെ. മെന്റലി ഡിസേബിൾ എന്ന് വെച്ചാ ബുദ്ധിമാന്ദ്യം വന്ന കുട്ടിന്ന് അർത്ഥം. എന്താ പെൺകുട്ടിയുടെ പേര്? കുട്ടിമണി. നമുക്ക് പോവാൻ ഡോക്ടർ.
എന്താ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പൊക്കോ. ഞാൻ അന്വേഷിച്ചു വന്നതും അവരെ തന്നെയാ. ആ, അല്ല, ഏത് ഭാഗത്താ അവർ താമസിക്കുന്നത്? ഇതുവഴി ചെന്നാ മതി. ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പൊ ഒരു കരിങ്കൽ കെട്ടിടം കാണാം. താങ്ക് യു. നിങ്ങൾ അവരുടെ ആരാ? ബന്ധുവാണ്? ആ, അതെ, ബന്ധുവാ. ആ, എന്നാ പോട്ടെ. ആ, ശരി. ഇടി, നീ അറിഞ്ഞോ? നമ്മുടെ കുട്ടിമണി അമ്മയുടെ അസുഖമൊക്കെ മാറാൻ പോവാണ്. അച്ഛനൊരു പാട്ട് പാടി തരട്ടെ. കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. എപ്പോഴും ചൂപ്പലാണല്ലടി. ചൂപ്പാടി. ആന കളിച്ചോ? ഓ ഓ ഓ ഓ ആനോ ആനോ. മനുഷ്യ, ആ, ദേ അമ്മ വന്നു. അമ്മ എനിച്ചേ ഭയങ്കര വിശപ്പ്. ആ, തണുപ്പൊക്കെ അല്ലേ, വിശപ്പ് കൂടും. അതല്ല മനുഷ്യ, എനിക്കൊരു സാധനം കഴിക്കണമെന്ന് മോഹം. ആ, പറയ്. എന്താ എന്റെ കുട്ടൂന് കഴിക്കേണ്ടത്? ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി നല്ല രുചിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ഇപ്പൊ അത് വേണ്ട. എനിക്കിപ്പൊ കഴിക്കാൻ തോന്നുന്നതേ മസാല ദോശയാ മനുഷ്യ. മസാല ദോശയോ? എന്തു പറ്റി ചിക്കൻ ബിരിയാണി വേണ്ട നോക്കാൻ? മരുന്ന് കഴിക്കുന്നതിന്റെ മാറ്റമായിരിക്കും. ആ, അതെനിക്കും തോന്നി. നല്ല മൊരിച്ച ഒരു മസാല ദോശ വേണം മനുഷ്യ. ആ, ഒന്നല്ല രണ്ടെണ്ണായിക്കോട്ടെ. വേറെ വല്ലതും വേണോ? വേറെ ഒന്നും വേണം. എന്നാലേ ഞാൻ പോയിട്ട് വരാം. കുഞ്ഞിനെ പിടിച്ചോ. മുഖര കുഞ്ഞിനെ എടുത്തോ. എന്താടി മുത്തി, വളരെ പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. ഇന്നത്തെ മരുന്നിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നീ ധൈര്യമായിട്ട് വീട്ടു വാ. കുട്ടിമണിയെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ കൂടെ വരണോ? എന്തിന്? എല്ലാരും കൂടി എന്റെ കൂടെ വന്നാ ഇവിടെ പിന്നെ ആരാ ഉള്ളത്? ആ ശിവയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കുക. മനുഷ്യ, ആ കണ്ടുമുച്ചി ഇവിടെ വരുവോ? ഏയ്, ഇവിടെ എങ്ങനെ വരാനാ? ഇവിടെ വന്നാൽ തന്നെ നമ്മളെല്ലാരും കൂടെ പിടിച്ചു കെട്ടി കാട്ടിനുള്ളിൽ കൊണ്ടുപോയി കളയില്ലേ? കണ്ടം പൂച്ചയുടെ പൊടി പോലും പിന്നെ ഉണ്ടാവില്ല. പുലി നിന്ന് കളയും. അടിമതി. അങ്ങനെ തന്നെ വേണം കണ്ടുമുച്ചിക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം കേട്ടോ. മനുഷ്യ, നശിപ്പിച്ചു. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴാണോ മോളെ പിന്നിൽ നിന്ന് വിളിക്കുന്നത്? വിളിച്ചാ ഐശ്വര്യക്കേടാ. പോകുന്ന കാര്യം നടക്കാതെ വരുമെന്നാ വിശ്വാസം. സാരമില്ല മുത്തി, മസാല ദോശ വാങ്ങാനല്ലേ പോകുന്നത്. അതെന്തായാലും നടക്കും. കുട്ടി പറ, എന്തിനാ വിളിച്ചത്? എനിച്ചേ കുറച്ച് വള വേണം മനുഷ്യ. കുപ്പി വള, പിന്നെ ചാന്തും കൺമശിയും. അതൊക്കെ ഇവിടെ ഇരിപ്പില്ലേ? ഉണ്ട്, എന്നാലും വേണം. ഞാൻ നന്നാവുന്നല്ലേ ചായപ്പൂ ഡോക്ടർ പറഞ്ഞു. നന്നാവുമ്പോ ഇടാനാ. നിറച്ച് വള വേണം, നിറച്ച്. നന്നായി കഴിഞ്ഞാ നിനക്കതിന്റെ ഒന്നും ആവശ്യം വരില്ല കുട്ടു. നീ പിന്നെ ആഗ്രഹിക്കുന്നത് നല്ല സ്റ്റൈലിൽ നടക്കാനായിരിക്കും. ഈ വേഷമൊക്കെ നീ കളയും. നല്ല ചുരിദാറിടും, ജീൻസും ടോപ്പും ഇടും, കുർത്ത ഇടും. ആണൊന്നും എനിക്ക് വേണ്ട മനുഷ്യ. എനിക്ക് ശാരി ഉടുക്കണം, പട്ട് ശാരി ഉടുക്കണം, മുല്ലപ്പൂ ചൂരണം, കണ്ണെഴുതണം, വള്ളി പൊട്ട് വെച്ചണം. ഇതൊക്കെ നീ ഇപ്പൊ പറയുന്നതല്ലേ, നമുക്ക് കാണാം മാറുമ്പോ എങ്ങനെയായിരിക്കും. ഏതായാലും ആഗ്രഹം മുടക്കണ്ട. വളയൊക്കെ ഞാൻ വാങ്ങിച്ചോട്ട് വരാം കേട്ടോ. മുത്തിക്ക് എന്തായാലും വേണോ? വളയോ മാലയോ കമ്മലോ? കുറച്ച് ചെറുനാരങ്ങ മേടിച്ചോ, അത് കോർത്തൊരു മാല ഉണ്ടാക്കി ദേവിക്ക് കൊടുക്കാം. ശരി, പോയിട്ട് വരാം കേട്ടോ. മുത്തിച്ച് വേണോ മസാല ദോശ? വേണോ? എനിക്ക് വേണ്ട മോളെ. ആനോ വേണേലും ഞാൻ തരൂലേട്ടാ. കുഞ്ഞുവനെ ഞാനിങ്ങോട്ട് പരിപാടി. ഹലോ 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 ഹലോ, ആരാ? ഹലോ ഹലോ ഹലോ.
എടോ ശിവ ശിവ വേണ്ട എനിക്ക് വേണമെങ്കിൽ ഇപ്പം നിന്നെ കൊല്ലാം, പക്ഷെ കൊല്ലാൻ പാടില്ലെന്നാ മതികലയുടെ കൽപ്പന. എനിക്ക് വേണ്ടത് നിന്നെയല്ലടാ, നിന്റെ കുഞ്ഞിനെയാ.